സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL പൊതുമേഖലാ സ്ഥാപനങ്ങളുമായ വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ പുറത്തായിരിക്കുന്നു. 2018 ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് CMRL കോടികൾ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പരിശോധിക്കുന്നുണ്ട്. മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിനും ആണ് അനുമതി നൽകിയത്. എന്നാൽ IREL നിന്നും മണൽ CMRL കിട്ടിയെന്നാണ് GST E-Way ബില്ലിൽ നിന്നും വ്യക്തമാകുന്നത്. ഇൽമനൈറ്റിൽ നിന്നും ഇരുമ്പ് വേർതിരിച്ച സിന്തറ്റിക് റൂട്ടൈൽ, അതായത് ബെനിഫിഷ്യേറ്റ് ഇൽമൈനേറ്റ് നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ KMML-നുണ്ട്. പക്ഷേ 2018 തോട്ടപ്പള്ളി മണൽ വാരൽ തുടങ്ങിയ ശേഷം 2019 വരെ CMRL നിന്നും KMML ടൺ കണക്കിന് സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയതായി രേഖകളുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന് CMRL നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാരുന്ന ധാതുമണൽ ലഭിക്കണമെങ്കിൽ ഉന്നത തലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി. KMML-ഉം IREL-ഉം ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. CMRL-ന് തോട്ടപ്പള്ളിയിലെ മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിന് CMRL സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരുന്നു. E-Way ബില്ലുകൾ പ്രകാരം CMRL-ന്റെ പക്കൽ നിന്നും KMML 2018 ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങി. ഓഗസ്റ്റിൽ 27 ആദ്യ ലോഡ്, 3 ദിവസം കൊണ്ട് 10 ലോഡ്, സെപ്റ്റംബറിൽ 45 ലോഡ്, ഒക്ടോബറിൽ 8 ലോഡ്, 2019 മാർച്ചിൽ 23 ലോഡ്, ഏപ്രിൽ 35 ലോഡ്, മെയ്യിൽ 3 ലോഡ്, ജൂണിൽ 55 ലോഡ് എന്നിങ്ങനെയാണ് വാങ്ങിയതായി കണക്ക്. ലോഡിന് 27 ലക്ഷം രൂപയായിരുന്നു നിരക്ക്. ചില ലോഡുകൾക്ക് 5 ലക്ഷവും കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് E-Way ബില്ലുകൾ. CMRL നിന്നും സിന്തറ്റിക് റൂട്ടൈൽ KMML വാങ്ങുന്നില്ലെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് ഇക്കഴിഞ്ഞ ജനുവരി 30 നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു. 2018-ലും 2019-ലും വാങ്ങിയ കാര്യം മറുപടിയിലില്ല. 2018-ൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ധാതുമണൽ ഖനനം തുടങ്ങുന്നതുവരെ CMRL ധാതുമണൽ ജപ്പാനിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നതായാണ് E-Way ബിൽ പ്രകാരമുള്ള രേഖകൾ. തോട്ടപ്പള്ളി മണൽ കിട്ടിയതോടെ ഇറക്കുമതി നിർത്തി. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് കേസിൽ ഇന്ന് 3 ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജിയും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട KSIDC നൽകിയ ഹർജിയും ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കും. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട എക്സാലോജിക് ഡയറക്ടർ വീണ തൈക്കടിയിൽ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്.